നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങിയിട്ട് ഞങ്ങൾ പോണത് കാടാമ്പുഴ അമ്പലത്തേക്കാണ് കേട്ടോ. നമ്മൾ കുറേ ആയി പോകണമെന്ന് കരുതിയിട്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഷാജേട്ടൻ ഏതായാലും ലീവായ കാരണം ആൾ പറഞ്ഞു എന്നാൽ രാവിലെ നമുക്ക് അമ്പലത്തിലൊന്ന് പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്ക് നേരത്തെ പോവുകയാണെങ്കിൽ അങ്ങനെയും പോവാം. നമുക്ക് 11:30 ഉള്ളിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് തൊഴുത് മുട്ടറുത്ത് പോരാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് ആദ്യമായിട്ടാണ് പോകണം. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ചെന്നിട്ട് വഴിപാട് കഴിക്കാൻ പറ്റുമോ, തൊഴാൻ പറ്റുമോ എന്നുള്ളതൊക്കെ കേട്ടോ. ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം പോയപ്പോൾ 11:30 കഴിഞ്ഞാലാണ് അവിടെ നമുക്ക് പ്രസാദോട്ട് ഫുഡുണ്ട്, ചോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അപ്പോൾ അത് വരെ നമുക്ക് പൂമുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സമയം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുറച്ച് വൈകി ഇന്ന് നീക്കാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ കുളി കഴിഞ്ഞ് വേഗം കണ്ണൻകുട്ടി എക്സാമിന് പോയി ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ചായയൊന്നും കുടിക്കാൻ നിന്നില്ല. ഈ പ്ലാൻ ഇട്ടപ്പോൾ വേഗം തന്നെ ഞാനും പൂച്ചിട്ടിയും കേട്ട പാതി കേൾക്കാത്ത പാതി വേഗം കുളിച്ച് ഒരുങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ. അമ്പലത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഇവിടെ കണ്ണൻകുട്ടിക്ക് മാത്രമാണ് പിന്നിലേക്ക് ഒരു ഞാൻ വരണോ എന്നൊക്കെ ഉള്ളൊരു മടിയുള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ അമ്പലം എന്ന് കേട്ട് കഴിഞ്ഞാൽ, പള്ളിയിൽ നിന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ ചാടി തുള്ളി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുക. ഇതൊരു കോട്ടൻ്റെ ടോപ്പാണ്, നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഇവിടുത്തെ ഇവിടെ നമ്മുടെ ചാത്തങ്കാവ് ഉത്സവത്തിൻ്റെ സമയത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത് തന്നെയാണ് ഈ ടോപ്പും. അടിപൊളിയാണ് കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല ലൂസായി കിടക്കണേ, പറഞ്ഞ പോലെ ചൂടൊന്നും എടുക്കാത്തൊരു തരം മെറ്റീരിയലാണ്. ആ തുണി ആ ടൈപ്പ് ഓഫ് തുണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ടോപ്പായിട്ടിരിക്കുന്നത്. പൂജുട്ടി അവിടെ കുളി കഴിഞ്ഞിട്ട് അവളെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആകെ സൺസ്ക്രീന് ഉപയോഗിക്കും, പിന്നെ കണ്ണെഴുതുക, പൊട്ട് ഇടുക, ലിപ്സ്റ്റിക്ക് ഇടുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. പൗഡറും കാര്യങ്ങളും യൂസ് ചെയ്യാറില്ല. സൺസ്ക്രീൻ നല്ലോണം വെച്ചാൽ അത് ആ ഒരു പാകത്തിനിട്ടിട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്നിട്ട് ചെയ്യും. കണ്ണെഴുതുക ആണ് ഏറ്റവും മസ്റ്റ്. അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുടി വാരി കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരുക്കം കഴിഞ്ഞു കേട്ടോ, മേക്കപ്പ് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഈ സമയത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഐലൈനർ വെച്ചിട്ട് കണ്ണെഴുതാൻ വേണ്ടിയിട്ട് മെനക്കെടാറില്ല. ഈ ചൂട് സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആകെ കൂടെ ചിലപ്പോൾ പരന്നാലും ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ഐലൈനർ പരക്കാറില്ല. പക്ഷേ ഈ ഒരു ചൂട് സമയത്ത് അങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരക്കില്ല, അല്ലെങ്കിൽ അതിങ്ങനെ പരന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്നും സമയമില്ലാത്തതുകൊണ്ട് വേഗം ഷടപടേ തന്നെ ഒരുങ്ങാണ് കേട്ടോ. ലാസ്റ്റ് സമയത്ത് വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇനി മനം മാറണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഈ ഒരുങ്ങണ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഒരുങ്ങാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്കും പൂജയ്ക്കൊക്കെ പ്രത്യേകിച്ചും. നമ്മൾ യൂട്യൂബ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ഈ പറഞ്ഞ പോലെ ശനിയാഴ്ച ഞായറാഴ്ചയ്ക്ക് ഇരുന്ന് വട്ടുപിടിക്കുന്ന ദിവസം ഉണ്ടാവുമല്ലോ, നമുക്ക് എവിടേക്കും പോകാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ ഓരോ കോപ്രായം കാട്ടി ഒരുങ്ങി സാരിയൊക്കെ കൊടുത്ത്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ മേക്കപ്പൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങനെ ഒരു ഭ്രാന്ത് കാട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു മനസ്സുഖം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടത്ത് അതൊക്കെ എടുത്ത് വലിച്ചെറിയും. എന്നാലും അങ്ങനെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. നമ്മളിത് അങ്ങനെ നടക്കുകയാണ് കുളമംഗലത്തേക്ക്. അപ്പോൾ ഈ പാടൊക്കെ വെയിലുണ്ട് കേട്ടോ, നല്ലോണം വെയിലാണ്. പൊട്ടാപുരി വെയിലാണ്. പക്ഷെ പാടൊക്കെ കാണാൻ വേണ്ടി നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ വെറുതെ ഒന്ന് വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. പശുവും കുറ്റിയും എല്ലാം ഉണ്ട്. അവർക്കൊന്നും ഈ ഒരു വെയിൽ വിഷയമല്ല. നിങ്ങൾക്ക് എന്താ കുട പിടിച്ചു പോകണമെന്നൊക്കെ പുച്ഛിച്ചിട്ട് ഞങ്ങളൊക്കെ നോക്കണ്ടായിരുന്നു. എന്നാലും വേണ്ടില്ല, കുട വിട്ടൊരു കളിയില്ല. അതിച്ചിട്ട് ഞങ്ങളങ്ങനെ ബസ്സിലൊന്നും പോകാറില്ല കേട്ടോ. മിക്കതും വല്ലപ്പോഴൊക്കെ നമ്മളൊന്ന് കൊടുപിടിക്കാമല്ലോ പോയില്ലേ, ഇത് നമ്മളിന്ന് കാണാമ്പോഴേക്കായിട്ട് പോകുന്നത്. അപ്പോൾ ബസ്സിന് കറക്റ്റ് സമയത്ത് ബസ്സുണ്ട് കേട്ടോ. നമ്മളിത് വളാഞ്ചേരിന്ന് 10:40 ബസ്സുണ്ട്. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് പോയാൽ നമുക്ക് അവിടെ സ്റ്റാൻഡിലെത്താം. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടോ, ഹലോ മെക്ക് ബസ്, അവിടെ നിന്ന് ഇങ്ങോട്ടും ബസ് ഉണ്ട്. പോയാൽ നമുക്ക് ചോറൊക്കെ ഉണ്ട് പോരാ, തൊഴുത് ചോറുണ്ടിട്ട് പോരാ. ആദ്യം ചോറുണ്ട് പോരാന്നാണ് പറഞ്ഞത്. അപ്പോൾ കേസ് നമുക്കിനി അമ്പലത്തിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഭയങ്കര ബഹളം, നമ്മൾ സ്റ്റാൻഡിലല്ലേ, അവിടെ ബഹളവും കാര്യങ്ങളുണ്ട്. നമുക്ക് അമ്പലത്തിൽ എത്തിയിട്ട് കാണാം കേട്ടോ. ഹലോ കേസ്, ഞങ്ങൾ ബസ്സിലൊന്നും പോവാറില്ല എന്ന് പൊങ്ങച്ചം പറഞ്ഞതല്ല കേട്ടോ. നമ്മളങ്ങനെ ബസ്സിൽ കയറിയിട്ട് പോക്ക് കുറവാട്ടോ. അങ്ങനെ ബസ്സിൽ കയറി പോകാൻ മാത്രമുള്ള ലോങ് യാത്രയൊന്നും നമ്മൾ ചെയ്യാറില്ല. ഒന്നല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിലേക്ക്, അല്ലാത്ത സംഭവങ്ങൾക്കൊക്കെ നമ്മൾ ഓട്ടോയിൽ അല്ലെങ്കിൽ ശരത്തിനെ വിളിച്ചിട്ട് അലിക്കാക്കനെ വിളിച്ചിട്ട് അങ്ങനെയാണ് പോകാറുള്ളൂ. അല്ലാതെ ബസ്സിൽ കയറി യാത്ര ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അന്ന് കൊടുമുടിക്ക് പോയില്ലേ, അങ്ങനെയൊക്കെ. അല്ലാതെ ഞാൻ ബസ്സിൽ കയറുന്നത് ചുരുക്കുക. പിള്ളേരൊക്കെ ഇപ്പോൾ അവർ ക്ലാസ്സിന് പോകുമ്പോഴൊക്കെ ബസ്സിൽ തന്നെയാണ് മിക്കതും പോവുക. അതുകൊണ്ട് പറഞ്ഞതാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല കേട്ടോ.
ഞാൻ ബസ്സിൽ കയറുന്നത് ചുരുക്കമാണ്. എനിക്കിഷ്ടമാണ് ബസ്സിൽ കയറി ഞാനും പൂജട്ടിയും മാത്രം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ ഹെഡ്സെറ്റിൽ പാട്ടും വെച്ച് അവിടെ എത്തോളം അങ്ങനെ ഓരോ കാര്യവും പറഞ്ഞ് പാട്ടും കേട്ട് അങ്ങനെ പോകും കേട്ടോ. ഈ വണ്ടി വിളിച്ച് ഓട്ടോയിൽ പോയി കാട്ടിലും കൂടുതൽ ഇപ്പോൾ എനിക്ക് ലോങ് പോകണത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഛർദ്ദിച്ച് അലാക്ക് അവലുങ്കഞ്ഞിയാവും. അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ദൂരം ഇപ്പോൾ വലിയ കുഴപ്പമില്ല, തലവേദന ഭയങ്കരമായിട്ട് എടുക്കും എനിക്ക്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ കേട്ട് അങ്ങനെ നമ്മളിതാ അമ്പലത്തിലെത്തി വഴിപാടും കാര്യങ്ങളൊക്കെ ലിസ്റ്റാക്കി. അവിടെ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ നാളികേരം കാര്യം കിട്ടും. പുറത്തും കടകളുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായ കാരണം വെയിലായ കാരണം അവിടെ നിന്ന് തന്നെ ഒക്കെ ലിസ്റ്റാക്കി വാങ്ങിയിട്ട് നമ്മൾ ഓടുക. കറക്റ്റ് സമയമായിരുന്നു കേട്ടോ. ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് തൊടാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ രാവിലെ ആണെങ്കിൽ അത്രയും ക്യൂ നിൽക്കേണ്ടി വരും. ഇപ്പോൾ ഫസ്റ്റിൽ കണ്ടില്ലേ ആ ക്യൂ അന്നദാനത്തിനുള്ള ക്യൂ ആണ് കേട്ടോ. പ്രസാദൂട്ടിനുള്ള ക്യൂ ആണ്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അവരൊക്കെ നേരത്തെ കാലത്ത് വന്ന് തൊഴുത് വഴിപാടൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ക്യൂവിൽ പോയി നിൽക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഒരു സമയത്ത് വന്നുകൊണ്ട് തന്നെ ഞാനവിടെ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നി ദൈവമേ ഇനിയിപ്പോൾ മുട്ടിറങ്ങാനും പറ്റില്ലേ എന്ന്. പക്ഷേ ആ സമയത്ത് കറക്റ്റായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ 1-2 ആൾക്കാരേ ഉള്ളൂ അതിനകത്ത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ക്യാമറയും കാര്യങ്ങളൊന്നും അലൗഡല്ല. ഇതാ കയറിയിട്ട് ഇനി നമ്മൾ വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ഇത് നമ്മൾ പുറത്തുള്ള അവിടെയൊക്കെ നമുക്ക് എടുക്കാം തോന്നുന്നു. ഞാനെടുത്തു, ഇവിടെ ഒന്നും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ തൊഴുതിട്ട് ഇത് നാഗങ്ങളുടെ ഭാഗമാണ്. അപ്പോൾ അവിടെയൊക്കെ തൊഴുതിട്ട് നാഗദേവതേനെയൊക്കെ തൊഴുത് നമ്മൾ അവിടുന്ന് ഇനി പ്രസാദമൊക്കെ ഈ പുറത്താണ് പ്രസാദ കൗണ്ടറും കാര്യങ്ങളൊക്കെ. ഇതാണ്ടോ അവിടുന്ന് നമുക്ക് തീർത്തും നമ്മുടെ പുഷ്പാഞ്ജലിയുടെ പ്രസാദവും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ പണ്ട്. ഇപ്പം മാറിയതാണ്. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു പഴയ ഒരു കാടിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം പോലെ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. ഇത് എത്രയോ വർഷം മുന്നത്തെ. അതിനെ പറ്റിയിട്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ വേണ്ടിയിട്ടൊന്നും അറിയില്ല. പക്ഷെ ഇപ്പോൾ വെച്ചിട്ട് ഇത് പുനർനിർമ്മാണം ചെയ്തിട്ട് വെച്ചാൽ അതിൻ്റെ അറ്റകുറ്റപ്പണികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റ് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അത്രയും നമുക്കൊക്കെയാണ് ഇതിപ്പോൾ കാടാമ്പുഴ എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തായതുകൊണ്ട് നമുക്കതൊരു വില ഇല്ലാത്തത്. എവിടേക്കോ ഉള്ള നാട്ടിൽ നിന്നൊക്കെ പിന്നെ പറഞ്ഞ പോലെ വണ്ടി വിളിച്ച് ഒരു ബസ് ആൾക്കാർ തമിഴ്നാട്ടിൽ അങ്ങനെ നമ്മളിവിടുന്ന് വിട്ടാലാണ് കാടാമ്പുഴ നമ്മുടെ ശക്തി. അവിടെ ഉള്ളവർക്കൊക്കെയാണ്. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല പറഞ്ഞ പോലെ. അപ്പോൾ ഗൈസ് നമ്മൾ തൊഴുതിറങ്ങിയിട്ടോ. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. തിരക്കില്ല അധികം ഈ സമയത്ത് വരികയാണെങ്കിൽ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മുട്ടറുത്തു. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ചേച്ചിയെ തട്ടിയാണ്. ഈ സമയത്ത് വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് തൊഴാട്ടോ ഗൈസ്. ഒരുപാട് നേരം നമുക്ക് തൊഴാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നേ. മറ്റേ നമ്മൾ തൊഴുതിങ്ങനെ തുടങ്ങുമ്പോഴേക്കും നമ്മളോടിങ്ങനെ മാറാൻ വേണ്ടിയിട്ട് പറയും. പക്ഷേ മാറാനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് നേരം അങ്ങനെ നമ്മൾ തൊഴാൻ വേണ്ടി പറ്റി, മുട്ടറക്കാനും പറ്റി. നല്ലതാണ്. ഇവിടെ അധികം ക്യൂ ഒന്നുമില്ല കേട്ടോ. കുറച്ചുള്ളൂ. നമുക്ക് കയറിയിട്ട് നമുക്ക് ഫുഡ് വാങ്ങാം. അത്രയേ ഉള്ളൂ. എന്താ പൂജയ്ക്ക് ഇവിടെ ഉണ്ട്, ഷാജട്ട ഫ്രണ്ടിലുണ്ട്. നമുക്ക് ഫുഡ് വാങ്ങിയിട്ട് കഴിക്കാം കേട്ടോ. ഇതാണ് പ്രസാദൂട്ട് നടക്കുന്ന സ്ഥലം കേട്ടോ. ഇത്രയും ആൾക്കാരൊന്നുമല്ല. ഇതിലും വലിയ തിരക്കുണ്ടാവും. ചൊവ്വ വെള്ളി ദിവസങ്ങളിലെ വെക്കേഷൻ സമയത്തൊന്നും മുടക്കി എടുക്കാൻ പറ്റില്ല. അത്രയും തിരക്കുണ്ടാവും കേട്ടോ. നമുക്ക് വില ഇല്ല എന്ന് പറഞ്ഞത് ഞാൻ ദേവീനെ പുച്ഛിച്ച് പറഞ്ഞതല്ല കേട്ടോ. സ്വതവേ നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങൾക്കൊന്നും നമുക്ക് വലിയ കാര്യമായിട്ട് വില ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ വല്ല സങ്കടമോ ദുരിതമോ കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് പോരുന്നല്ലാതെ ഒരു മാസത്തിൽ നമ്മൾ അമ്പലത്തിൽ പോവുക അല്ലെങ്കിൽ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ അമ്പലത്തിൽ പോവുക അങ്ങനെയൊന്നും മിക്ക ഹിന്ദുസിനെയും നമ്മൾ കണ്ടിട്ടില്ല. അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇപ്പുറത്തുള്ളവരെന്നെ പുച്ഛിക്കും. ഒരു അമ്പലവാസി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. അല്ലാതെ നമുക്ക് എല്ലാത്തിലും വിശ്വാസം ഞാൻ പറയാറില്ല. എനിക്ക് ഇന്നത് എന്നൊന്നുമില്ല. എനിക്ക് എല്ലാത്തിലും വിശ്വാസമുണ്ട്. പക്ഷേ നമുക്ക് ഓടി വരാൻ വേണ്ടിയിട്ടൊന്നും പറ്റാറില്ല. അത്രയേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രസാദോട്ടൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ടോ. എന്താ വെച്ചാൽ ഈ നട്ടുച്ച സമയത്ത് നമുക്കില്ലേ അവിടെ ചെന്ന് ഇതൊക്കെ കഴിഞ്ഞ് വെയിലിൻ്റെ ആ ഒരു ചൂടൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. പിന്നെ ഫുഡും കൂടെ കഴിച്ചപ്പോൾ പറയണ്ട അടിപൊളി ചോറായിരുന്നു കേട്ടോ. സദ്യ വെച്ചാൽ കൈപ്പങ്ങ കൊണ്ടൊരു കറി, പിന്നെ നല്ല നാടൻ കട്ട മോരും, നല്ല കുറുന്നനുള്ള മോരും, പിന്നെ വൻപയർ കൊണ്ടൊരു ഉപ്പേരി, മാങ്ങച്ചാറോ. ഇത് മതി കേട്ടോ. പക്ഷേ എന്ത് ടേസ്റ്റാണെന്നറിയോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു ഇത് മേടിച്ചു. വിഗ്രഹം എന്നാണ് പറയണത്. ഒരു ഫോട്ടോ ഗണപതിയുടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞൊരു ഫ്രെയിം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സോഡാ സർവത്തും കൂടെ കുടിച്ചു. എന്നിട്ട് അങ്ങോട്ട് ബസ് സ്റ്റോപ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അത് അവിടെ നിന്ന് ഇങ്ങനെ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് വളഞ്ഞ് തിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പ് എത്തി. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടാവും. അമ്പലത്തിൽ നിന്നൊക്കെ നല്ല വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മാതിരി വെയിൽ. അയ്യോ നമ്മേ വല്ല തണുത്ത വെള്ളത്തിൽ പോയിട്ട് അങ്ങോട്ട് മുങ്ങി കിടക്കാനാണ് തോന്നുന്നത്. അത്രയും വെയിലും ചൂടൊക്കെ. ഇനി ഒന്ന് ഫാൻ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് കിടക്കണം.
കിടന്ന് നീറ്റിട്ട് ഇനി ചെറുതായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കാം വിചാരിച്ചു. പോയിട്ട് എല്ലാവരും ക്ഷണിച്ചു കേട്ടോ. വെയിലത്ത് പോയിട്ട് ഇങ്ങോട്ട് കൂടെ ഇങ്ങോട്ട് വെയ്യാണ്ടായി, അത്രയും വെയിലാ. പക്ഷെ ആ സമയത്ത് പോയിട്ട് തൊഴാൻ വേണ്ടിയിട്ട് അടിപൊളിയാട്ടോ. തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല, നമുക്ക് സമാധാനമായിട്ട് തൊഴുതിറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും, അത്രയും സുഖം. അപ്പോൾ സമാധാനമായിട്ട് ഇരുന്നിട്ട് തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ അന്നദാനം ഉണ്ട്, എല്ലാ ദിവസങ്ങളിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ചോറും കറിയും പിന്നെന്തായിരുന്നു ഒരു വൻപയറുകൊണ്ട് ഉപ്പേരിയും അച്ചാറൊക്കെ കൂടെ ആയിട്ട് അതും വയറ് നിറച്ച് കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് കൊണ്ട് പോകുന്നു. ഇനി ഇത്തിരി നേരം ഒന്ന് കിടന്നുറങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ട് ആ വെയിലത്ത് പോയി വന്നതിൻ്റെ. അപ്പം ഇനി നമുക്ക് കുറച്ച് ഉച്ചരിഞ്ഞിട്ടുള്ള വീഡിയോസിൽ ഇനിയിപ്പോൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ ചെയ്യാം കേട്ടോ. അപ്പം ഇനി ഇത്തിരി നേരം റെസ്റ്റ് എടുക്കട്ടെ. ഒരുപാട് നേരം കിടന്നുറങ്ങിയിട്ടോ. ഉറങ്ങുക വെച്ചാൽ ഒരു മയക്കം, ഒരു ആലസ്യം ഈ വെയിൽ കൊണ്ടതിൻ്റെയൊക്കെയാണ് തോന്നുന്നു. ഞാൻ ഡ്രസ്സ് മാറിയിട്ടോ, പുതിയതായിരുന്നു. അത് എടുത്തിട്ട് എനിക്ക് പണിയെടുക്കാൻ വേണ്ടിയിട്ട് തോന്നിയില്ല. അത് അങ്ങോട്ട് ഊരിയിട്ടിട്ട് നമ്മൾ പഴയ യൂണിഫോം തന്നെ എടുത്തിട്ടിട്ട് നമ്മുടെ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ആ ഒരു വെയിലത്ത് നിന്ന് വന്നിട്ടില്ലേ ഭയങ്കര ക്ഷീണം, അത് കാരണം അങ്ങനെ കിടന്ന് മയങ്ങിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഗണപതിയുടെ ഒരു ഫ്രെയിം മേടിച്ചു എന്ന്. നമ്മുടെ കയ്യിൽ ഗണപതിയുടെ ഉണ്ടായിരുന്നില്ലേ. എപ്പോൾ വിളക്ക് വെക്കുമ്പോഴും ഞാൻ അങ്ങനെ വിചാരിക്കട്ടോ, എനിക്ക് ഒന്നില്ലെങ്കിൽ കുഞ്ഞൊരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫ്രെയിമെങ്കിലും എനിക്ക് വാങ്ങണം എന്നിങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് ഒരു സാധനം വാങ്ങുന്നുള്ള പ്ലാൻ ഉണ്ടായിട്ടില്ല. എന്താ വെച്ചാൽ ഷാജൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല കേട്ടോ. ഈ ഒരു ഫ്രെയിം തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഒരു 30 രൂപയുടെ കാര്യമുള്ളൂ, 30 രൂപയ്ക്ക് അത് മേടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ട് വാങ്ങിയതാണേ. അപ്പോൾ ഷാജൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അൽക്കുൽക്കത്തെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടൊന്നും സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു സ്ഥലത്തേക്കേ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിറയെ കടകളുണ്ട് കേട്ടോ. നമുക്ക് വള, പറഞ്ഞ പോലെ ലോക്കറ്റ്, മോതിരം, ചരട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ അവിടേക്ക് ആ ഭാഗത്തേക്ക് പോയില്ല. നമ്മളിപ്പോൾ ഈ പൂരത്തിനൊക്കെ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിയില്ല. അപ്പോൾ പിന്നെ ഇനി എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതൊരു അനാവശ്യ സാധനമായിട്ട് വാങ്ങേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ആ ഭാഗത്തേക്കേ പോയില്ല. നല്ല കുട്ടികളായിട്ട് ഒരു കുഞ്ഞൊരു ഗണപതിയുടെ ഫ്രെയിമും വാങ്ങിയിട്ട് നമ്മളങ്ങോട്ട് പോകുന്നു. നമ്മുടെ ഈ കൊലായിയുടെ ഈ ഒരു ഭാഗത്തില്ലേ ഇങ്ങനെ സാധനങ്ങൾ കൂട്ടിയിട്ടുകൊണ്ടിരിക്കും കേട്ടോ ഷാജേട്ടൻ. ഒരു തലയ്ക്കുന്നതിന് ശരിയാക്കും. ഷാജേട്ടൻ ഒരു പ്രാവശ്യം കച്ചവടം കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇറക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതും കൂടെ മാറ്റി വെക്കട്ടെ, ഇപ്പം ആവശ്യമില്ലല്ലോ ചോദിച്ചപ്പോൾ ഇത് ആവശ്യമുണ്ട്, ഇത് ഇപ്പം എടുക്കും, മാറ്റണ്ട പറഞ്ഞിട്ടിരിക്കും. അപ്പോൾ കുറേ ദിവസമായി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ വിചാരിച്ചു നീ രണ്ടും കൽപ്പിച്ചിട്ട് അത് ഇനി അവിടെ നിന്ന് മാറ്റാമെന്ന്. എന്താ വെച്ചാൽ ഉമ്മറത്തേക്ക് നോക്കുമ്പോൾ ഒരു വൃത്തി തോന്നണില്ല. എത്ര അടിച്ചു മാറിയിട്ടാലും എനിക്കൊരു സുഖം തോന്നണില്ല കേട്ടോ. അങ്ങനെ ഒന്നാമത് ഈ പൊടിയും ഈ ചൂടും വെയിലും ഒക്കെ കൂടെ ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മറത്ത് കുറേ അൽക്കുലത്ത് സാധനങ്ങളും കൂടെ ഇറക്കി വെക്കുമ്പോൾ അതൊരു എന്താ പറയുക, അലമ്പായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ആ ടയറും നമ്മുടെ ആവശ്യമില്ലാത്ത സ്റ്റൂളും കാര്യങ്ങളൊക്കെ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു. ഇനി ഇപ്പം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാലം ഇടാൻ ഒരു ചെരുപ്പേ ആവശ്യമുള്ളൂ. പക്ഷേ അവിടെ ഞങ്ങളുടെ കണ്ണൻകുട്ടി ഉള്ളതുകൊണ്ട് തന്നെ 1-2 ചെരുപ്പ് ഉണ്ടാവും കേട്ടോ. അവൻ്റെ 2-3 ഉണ്ടാവും. വെച്ചാൽ ഒരു 50 രൂപയുടെ ഒരു ചെരുപ്പ് അവൻ കളിക്കാൻ വേണ്ടിയിട്ടിടും, അതിൻ്റെ കുറ്റി പൊട്ടിച്ച് കൊണ്ടുവരും, 2 ദിവസം 3 ദിവസം ഇടും, പിന്നെ അടുത്തൊരു 50 രൂപയുടെ വാങ്ങും. ഇങ്ങനെയാണ് ചെക്കൻ്റെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 ചെരുപ്പുകൾ ആവശ്യമില്ലാതെ അവിടെ കിടക്കും. ഇത് ഞാൻ എത്ര പെറുക്കിയിട്ടിട്ട് അങ്ങോട്ട് ഇട്ടാലും ആ ജൂനിയർ മാൻഡ്രോക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇറങ്ങി തിരിഞ്ഞിട്ട് അത് അവിടെ തന്നെ വന്ന് കിടക്കും. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഒതുക്കിയിട്ട് അവിടെ നിന്ന് അടിച്ച് വരാൻ വിചാരിച്ചു. നാളെ വെള്ളിയാഴ്ച, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാണകം കൊടുന്നിട്ട് അവിടേക്ക് ഒന്ന് മെഴുകിയിടാമെന്ന് വിചാരിച്ചു. ചാണകം അടിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ആകെ മുറ്റം കൊണ്ട് വൃത്തിയേടായിരുന്നു, അത്രയും പൊടി ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒതുക്കി വെച്ച് നമ്മളിവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പണി അങ്ങോട്ട് കഴിഞ്ഞു. 5 മണി ആവണതിൻ്റെ മുന്നേ ഞാൻ കളത്തിൽ ഇറങ്ങിയിട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ 5 മണി ആകുമ്പോഴേക്കും പിന്നെ നമുക്കിണ്ട് എടുത്താൽ തീരാത്ത പോലെ തോന്നും. ഇന്ന് രാത്രിയിലേക്ക് നമുക്ക് ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇന്ന് ചായ പരിപാടി മാത്രം കഴിഞ്ഞിട്ട് പോയതാണല്ലോ നമ്മൾ, അതുകൊണ്ട് തന്നെ. അപ്പോൾ രാവിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാവിലെ അടിച്ചു വാരി തുടച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ നിൽക്കാൻ ആകുമ്പോഴത്തേക്കാണ് ഇപ്പോൾ ഈ പറഞ്ഞത്, നമ്മൾ പൂവല്ലേ പറഞ്ഞപ്പോൾ അടിച്ചു വാരിയിട്ടു നമ്മൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴേക്കാണ് അത് പറഞ്ഞത്. അപ്പോൾ പിന്നെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ഓടുകയല്ലേ ചെയ്തത്. അങ്ങനെ എന്തായാലും വൈകിട്ട് അങ്ങോട്ട് തുടച്ചിടാം. നാളെ വെള്ളിയാഴ്ച അല്ലേ, ഇനി രാവിലെ അതിന് മെനക്കെടണ്ട. അപ്പോൾ പിന്നെ കൊലായി മാത്രം തുടച്ചാൽ മതി. വൈകിട്ട് തുടയ്ക്കുമ്പോൾ അങ്ങനെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. നമുക്ക് പിറ്റേ ദിവസത്തേക്ക് എല്ലാം കൂടെ ചെയ്യേണ്ട ആവശ്യം വരണില്ലല്ലോ. അപ്പോൾ വൈകിട്ടാണ് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. രാവിലെ മിക്കതും ചില ദിവസങ്ങളിൽ രാവിലെ ആണെങ്കിൽ അന്ന് വൈകിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മളിവിടെ സമയമുള്ള പോലെയാണ് ചെയ്യുക. ഷാജേട്ട അവിടെ നിന്നിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് മുണ്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ഞങ്ങൾ പറയാറുണ്ട് കേട്ടോ, വീഡിയോയിൽ കാണിക്കാനും പറ്റില്ല, അവിടെ എവിടെയെങ്കിലും കണ്ടാൽ ഞങ്ങൾ കട്ട് ചെയ്യില്ല, എടുത്തിടുന്നു. അപ്പോൾ പേടിയാ, ക്യാമറ എവിടെയോ വയ്ക്കുമ്പോഴേക്കും ആളവിടെ നിന്നൊക്കെ ഓടി ഒളിച്ചുകൊണ്ടിരിക്കും.
അപ്പോൾ അവിടെയൊക്കെ തുടച്ച് കഴിഞ്ഞ് നമ്മുടെ ചെടികൾക്ക് വെള്ളമൊക്കെ കൊടുത്ത് മുറ്റം അടിച്ച് വരും. ബേക്ക് വശം ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ ഒന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ചു. ഇവിടെ പിന്നെ വലിയ ഞാൻ പറയാറുണ്ടല്ലോ എപ്പോഴും, വലിയ കാര്യമായിട്ട് അലമ്പൊന്നുമില്ല. നമ്മുടെ മുരിങ്ങാക്കുട്ടൻ്റെ ഇലയും പൂവും ഒക്കെ ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ടാവും. ഒരു 2-3-4 തേക്കിൻ്റെ ഇലയും ഉണ്ടാവും. എന്നാലും അടിച്ചു വാരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമല്ലേ. പ്രത്യേകിച്ച് വെള്ളി ചൊവ്വ ദിവസങ്ങളിലൊക്കെ വൈകിട്ട് അടിച്ചു കഴിഞ്ഞാൽ രാവിലെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു കാരണവശാൽ അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു മനസ്സിനൊരു സമാധാനക്കേട് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എല്ലായിടും കൂടെ ഇങ്ങോട്ട് അടിച്ച് വാരി തുടച്ചിടാൻ വിചാരിച്ചു. റൂമും എല്ലായിടത്തും മൊത്തം അങ്ങോട്ട് ക്ലീൻ ആക്കിയിടാന്ന് വിചാരിച്ചു. ഇങ്ങനെ വൈകിട്ട് തുടയ്ക്കുമ്പോഴും രാവിലെ തുടയ്ക്കുമ്പോഴും പ്രത്യേക ഒരു എനർജി ആയിട്ട് 2 നേരം തുടയ്ക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ആരോഗ്യസ്ഥിതി നമ്മളെ അങ്ങോട്ട് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ രാവിലെ തുടച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മൂഡ് തോന്നിയാൽ, അലമ്പാണെന്ന് തോന്നിയാൽ വൈകിട്ടൊന്നും അങ്ങോട്ട് തുടച്ചിടും. നമ്മുടെ റൂമും കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ കൊലായി ഈ നടക്കണ ഇടനാഴികയാണ് പ്രശ്നം ഉണ്ടാവുക. എന്താ വെച്ചാൽ ഇവർ ഈ പുറത്തുനിന്ന് കയറി വന്ന പാടെ ഈ കണ്ണൻകുട്ടിയൊക്കെ കളി കഴിഞ്ഞിട്ട് ആ പാടത്തുനിന്ന് അപ്പടി അങ്ങനെ അത് കയറി വരും. നമ്മുടെ പുറത്ത് ആ പൈപ്പ് കംപ്ലൈൻ്റ് ആയ കാരണം അവിടുത്തെ കയ്യും കാലും കഴുകി കയറാൻ പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ ഒരു ബക്കറ്റും കാപ്പൊക്കെ വെക്കണം, അതും ഞാൻ മെനക്കെടണ്ടേന്ന് വിചാരിക്കും. അതുകൊണ്ട് തന്നെ വൈകിട്ട് ഈ തുടച്ചിടുക, രാവിലെ ഈ തുടച്ചിടുക എന്നൊക്കെ ഉള്ളത് നമുക്ക് ഒരു ദിവസം ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്ത കാര്യമൊക്കെയാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്കൂൾ വെക്കേഷൻ സമയമാണെങ്കിൽ പറയും വേണ്ടി വരില്ല. അത് അവിടെ മുറിച്ചിട്ട് ഇവിടെ മുറിച്ചിട്ട് പേപ്പർ ചീന്തിയിട്ട് ആകെ അലമ്പായിരിക്കും. പറഞ്ഞാൽ തോന്നും കുഞ്ഞു കുട്ടികളൊന്നും അല്ലല്ലോ, എന്നാൽ ഭേദം കുഞ്ഞു കുട്ടികളാട്ടോ. അവറ്റകളെ എന്തെങ്കിലും ഫുഡ് കൊടുത്തിട്ട് ഉറക്കി കിടത്തെങ്കിലും ചെയ്യാം. വിറ്റകൾ അതിനും മാർഗ്ഗമില്ല. മയക്കുവടി വെച്ചാലും ഉറങ്ങൂല്ല. രണ്ടും കൂടിയ അടിയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ തുടയ്ക്കലും ക്ലീനാക്കലും ഒക്കെ കഴിഞ്ഞ് എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു 3-4 അലക്കാൻ വേണ്ടി കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ആ ഒരു 4 കൂടെ അലക്കിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ നാളേക്ക് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ കുളിച്ച ഡ്രസ്സും പോയ ഡ്രസ്സും ഒക്കെ കൂടെ ആയിട്ട് ആകെ കൂടെ കുറച്ചധികം കൂടും. അപ്പോൾ രാവിലത്തെ അലക്കിൻ്റെ മിക്കതും പൂജുട്ടിയാണ് കേട്ടോ. മിക്കത് അവൾ അലക്കും കാര്യങ്ങളൊക്കെ പൂജുട്ടിയാണ് ചെയ്യാറ്. അപ്പോൾ അവൾക്ക് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് വൈകിട്ടത്തെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചെയ്തിടും. അപ്പോൾ ഇതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണികളും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞുമല്ലോ. ഇനി രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഫുഡ് കാര്യങ്ങളും ചെയ്താൽ മതി. ഇന്ന് നമ്മൾ ചോറല്ല വെക്കുക. ഇവിടെ എല്ലാവർക്കും രാത്രിയിൽ പലഹാരമാണ് വലിയ ആവശ്യം കേട്ടോ. വലിയ ആവശ്യമല്ല, ഇഷ്ടം കൂടുതൽ. ദോശയോ പുട്ടോ ചപ്പാത്തിയോ കറിയോ അങ്ങനെയൊക്കെ. എനിക്ക് ചോറ് നിർബന്ധമായതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു നേരം ഉച്ചയ്ക്ക് എന്തായാലും ചോറ് കിട്ടണം. അപ്പോൾ രാത്രി നമ്മളിപ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ചോറുണ്ടോണ്ട് രാത്രി ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് കുഴപ്പമില്ല, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. രാത്രി മിക്കതും കഴിക്കാറുമില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഷാജേട്ടൻ എവിടെയെങ്കിലും ഉത്സവം കാര്യങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയിരിക്കുക. വിളിച്ചിട്ട് ആരും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നാളത്തെ ഒരു കച്ചവടം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ആൾ നേരത്തെ കാലത്ത് ഇന്ന് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 3-4 ദിവസത്തിന് നമുക്ക് കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ല അത്രേ. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആകെ അങ്ങോട്ട് ജാമിടാവും. അല്ലെങ്കിൽ ഡെയിലി ഉണ്ടെങ്കിലേ ജാമിടാ. പിന്നെ ഇപ്പോൾ ഇല്ലാത്ത ദിവസം കൂടെ പറയണോ? അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോക്ക് കേട്ടോ. ഇപ്പോൾ 2 ദിവസം മുന്നേയൊക്കെ ഉത്സവത്തിൻ്റെ അന്ന് മഴയൊക്കെ പെയ്തിട്ട് കച്ചവടമൊന്നും ഇല്ലാതെ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അലക്കലൊക്കെ കഴിഞ്ഞു. ഇനി അത് തുണി വിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇന്നത്തെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് വീഡിയോ ഇട്ടിട്ട് കാര്യമുള്ളൂ. ഒരുപാട് കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നല്ല, എന്നാലും കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം വേണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.